നമസ്കാരം. ഈ നമ്മുടെ കാലുകൾ ആണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കാലുകൾ കണ്ടോ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പേഷ്യൻറ്റിൻ്റെയാണ്. അപ്പോൾ 2 മാസം മുൻപ് വന്നപ്പോൾ ആ കാല് നിങ്ങൾ കണ്ടു കാണുമല്ലോ, എന്ത് നിറമാണത്. നഖങ്ങളെല്ലാം കറുത്ത് ഇളകി പോയി. ഇപ്പോൾ പുതിയ നഖങ്ങൾ വന്നു തുടങ്ങി. അടിയിലൊന്നും തൊട്ടാലൊന്നും അറിയത്തില്ല. മുഖത്ത് ദേഹത്ത് അതിൻ്റെ മുകളിലോ ഒന്നും തൊട്ടാൽ കഴിഞ്ഞാലോ കീറിയാലോ ഒന്നും അറിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ആ കളറ് മാറി, രക്തയോട്ടം വന്നു. അതിൽ ഇപ്പം തൊട്ടാലറിയാം, വേദന അറിയാം. അപ്പോൾ ഈ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഡയബറ്റീസ് ഉള്ളവരിലെല്ലാം ഇത് സംഭവിക്കുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് വന്നതാണ്. ഇദ്ദേഹം ഒരു യാത്രയ്ക്ക് പോയി തണുപ്പുള്ളിടത്ത് പോയപ്പോൾ പെട്ടെന്ന് തണുപ്പടിച്ച് വന്നതാണിത്. ഡയബറ്റീസ് ഉള്ള ദീർഘകാലമായി മരുന്ന് കഴിക്കുന്ന ആളാണ്. 10-15 കൊല്ലത്തോളം അല്ലെങ്കിൽ 17 കൊല്ലത്തോളമായി മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ കാലിൽ പെട്ടെന്ന് തണുപ്പ് അടിച്ചപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. അത് ഭാഗ്യം കൊണ്ട് ഇപ്പോൾ അത് നോർമലായി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, അതായത് കേരളത്തിലെ ദിവസവും 100 കൂടുതൽ കാലുകൾ മുറിക്കുന്നുണ്ട് ഈ ഡയബറ്റീസ് കാരണമാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ കാല് ഇങ്ങനെ വരുന്നത്? ഇത് വെറുതെ അല്ല. ഇത് എനിക്ക് മാത്രം വരില്ല, ബാക്കിയുള്ളവർക്കേ വരുള്ളൂ. ഈ ഫോട്ടോയിൽ കണ്ട ലേഡിക്ക് മാത്രമേ വരുള്ളൂ, എനിക്ക് വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ അപകടമാണത്. അപകടകരമായ ആത്മഹത്യാപരമായ ചിന്തയാണ്. കാരണം അത് പറയാൻ കാരണം ഈ കാലിൽ വരുന്ന വ്യത്യാസങ്ങൾ, അത് 2 രീതിയിലുള്ള വ്യത്യാസങ്ങൾ. ഒന്ന് വാസ്കുലാർ ചേഞ്ചസും, ഒന്ന് ന്യൂറോ ചേഞ്ചസും. അത് ഞരമ്പുകളെ ബാധിക്കുന്നതും അത് രക്തക്കൊഴലുകളെ ബാധിക്കും. 2 ചേഞ്ചസ്. അത് ക്രമേണ മസിൽസിനെയും ബാധിക്കും, അല്ലെങ്കിൽ ജോയിൻസിനെ ബാധിക്കും. ജോയിൻസിനെയൊക്കെ ബാധിച്ചിട്ട് ചില ആൾക്കാരുടെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കും, ഹൈ ആർച്ചായിരിക്കും. കാലൊക്കെ ഷേപ്പ് ഉണ്ടെന്നേ പറയാനൊക്കെ മിക്കപ്പോഴും പോക്കാണ്. അപ്പോൾ ചില ആൾക്കാരിൽ ഈ ജോയിൻസൊക്കെ ഡീഫോംഡ് ആയിട്ടിരിക്കും. കാലങ്ങൾ കൊണ്ട് നടക്കുക ഇവരല്ല. കാരണം വേദനയില്ലല്ലോ, അതുകൊണ്ട് എന്ത് ഡീഫോമിറ്റി ഉണ്ടെങ്കിലും കൊണ്ട് നടക്കും. ഷൂ ഒക്കെ ഇട്ടാലും ഷൂ ഊരിപ്പോയാലും, ചെരുപ്പിട്ടാലും ചെരുപ്പിട്ട് ഊരിപ്പോയാലും ഇന്ന് ഇവരറിയില്ല. തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചാൽ അറിയത്തില്ല. ഒരു കത്തിയെടുത്ത് മുറിച്ച് കളഞ്ഞാൽ പോലും അറിയില്ല. പിന്നെ അങ്ങ് നടക്കും. ഇതാണ്. അപ്പോൾ ഇത് ക്രമേണ വരുന്നതാണ്, സമയമെടുത്ത് വരുന്നതാണ്. പക്ഷെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ അപ്പിയറൻസ്. ഒരു ട്രിഗറിങ് ഫാക്ടർ വരുമ്പോൾ പെട്ടെന്നായിരിക്കും. ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഫാസ്റ്റാണ്. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഇത്രയും ചേഞ്ചസ് വന്നു കഴിഞ്ഞു. നമ്മളെല്ലാം അപ്പോഴേ ഇളയാൻ പോകും. പെട്ടെന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും വച്ചുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു ട്രിഗർ ഫാക്ടർ വന്നാൽ പോയി. അല്ലാതെ നിങ്ങൾ സാധാരണ എല്ലാവരും വിചാരിക്കുന്ന പോലെ കാലിൽ ആദ്യം ഡോർക്ക് സ്പോട്സ് വരും, പിന്നീട് പതുക്കെ മരവിപ്പ് വരും, പിന്നീട് ഇങ്ങനെ സൂചി കുത്താതെ വരും. അതൊക്കെ സ്ലോലി വരുന്ന സ്റ്റേജാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ട്രിഗർ ഫാക്ടർ വന്നു കഴിഞ്ഞാലോ, ഒരു തണുപ്പടിച്ചു കഴിഞ്ഞാലോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നാലോ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വരാം. ഈ ബേണിങ്, നീറ്റലും, ഇങ്ങനെ മുള്ളു കുത്തുന്ന പോലുള്ള സെൻസേഷൻസും, പിന്നെ മരവിപ്പും, പിന്നെ ബാലൻസ് കിട്ടാതിരിക്കുക. കാരണം കാലെവിടെ വയ്ക്കുന്നു, എങ്ങനെ വയ്ക്കുന്നു ഒന്നും അറിയാനൊക്കത്തില്ല. അപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വരും. സ്കിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ആദ്യം വരും, പിന്നെ കറക്കും. അപ്പോൾ ഇതൊക്കെ ഡെയിലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിക്കും അത് നോർമലാണ്. അങ്ങനെയല്ല, നോർമലല്ല. സ്കിന്നൊക്കെ നല്ല സ്വർണ്ണ നിറത്തി ഇരിക്കേണ്ടതാണ്. അത് വ്യത്യാസമുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ ബോൺസ്, ജോയിൻസിനെ എല്ലാം ബാധിക്കും. പിന്നെ അതുപോലെ ഈ രക്തക്കുഴലുകളെയാണ് രക്തക്കുഴലുകളിൽ ബാധിച്ചിട്ടാണ് ഈ ഞരമ്പിൻ്റെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിച്ചാണ് ഞരമ്പുകൾ ചത്തുപോകും. അപ്പം അല്ലാത്ത രക്തക്കുഴലുകളെയും ബാധിക്കും. ആ രക്തക്കുഴലുകളിൽ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെയും ബാധിക്കും. അപ്പോൾ ഈ എലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടും. അപ്പോഴത്തേക്ക് അതിങ്ങനെ കൊളാപ്സ് ആവും. അങ്ങനെ ഈ ആർട്ടറികളുടെ അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ മസിൽസ് വീക്കാവുകയും ക്ഷയിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് കൊളാപ്സ് ആവും. അപ്പോൾ രക്തം ഓട്ടം കുറയും.
രക്തഓട്ടം കുറയുമ്പോൾ ആ ഭാഗത്തെയൊക്കെ ടിഷ്യൂസ് എല്ലാം ഡാമേജായി കറുത്ത് പിന്നെ അത് ചത്തുപോകും, നെക്രോസിസ് വരും. തൊള്ളി കണ്ടിട്ടില്ലേ, അല്ലെ കരിക്കട്ട പോലെയൊക്കെ ഇരിക്കും, കണ്ടു കഴിഞ്ഞാൽ ഒടിച്ചു കളയാൻ പറ്റുന്ന പോലെ തോന്നും. അപ്പം ഇതുപോലെയുള്ള അവസ്ഥകളിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു ദിവസവും 2 ദിവസവും കൊണ്ടല്ല. ഇത് കാലങ്ങൾ കൊണ്ടുള്ള നിഗ്ലക്റ്റ്, നിങ്ങളെ തന്നെ നിഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇത് അപ്പിയർ ചെയ്യുന്നത് പെട്ടെന്നല്ല, 1 ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമോ മതി. പക്ഷേ ഇതിൻ്റെ കാരണം തുടങ്ങിയിട്ട് വർഷങ്ങളായി കാണും. അതുകൊണ്ടാണ് ഇത് ചെറുപ്പക്കാർക്കും വരാം. ഇപ്പോൾ ഈ കാണിച്ച ലേഡി അത്ര പ്രായമൊന്നുമില്ല. അപ്പോൾ ഇത് ചില ആൾക്കാർ ഇതിപ്പോൾ ഇത് കാണിച്ചു. ഇപ്പോൾ അൾസർ ഉള്ള ആൾക്കാരുണ്ട്, അൾസർ. പിന്നെ ചിലരിൽ വെരിക്കോസ് വെയിൻസ് വരും, നല്ല രീതിയിൽ വരും, കടുത്ത് മുന്തിരിക്കൊല പോലെയൊക്കെ വരും. ഇപ്പോൾ ഒരു വീഡിയോയിൽ ആ പേഷ്യൻ്റ് ഒരു ടെസ്റ്റിമോണിയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവർക്ക് മുന്തിരിക്കൊല പോലെ 2 കാലിലും ഉണ്ടായിരുന്നു, അത് അമുങ്ങി അങ്ങ് പോയി. സർജറി വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ സർജറി ചെയ്താലും പ്രയോജനമൊന്നുമില്ല, വീണ്ടും വരും ഡയബറ്റീസൊക്കെ ഉള്ളവർ. കാരണം ആ മസിൽസൊക്കെ വർക്കാവാതെ, വാൽസ് ഒന്നും വർക്കാവില്ല. അപ്പോൾ എന്ത് പറ്റും? അവസാനം അൾസറൊക്കെ ആണെങ്കിൽ പിന്നെ ഉണങ്ങാതിരുന്ന് പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. കണ്ടമാനം പൈസ ചിലവാക്കേണ്ടി വരും. പിന്നെ അതിലൊന്നും നിന്നില്ലെങ്കിൽ അവസാനം ആംപ്യൂട്ടേഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ബൈപ്പാസ് ചിലപ്പോൾ ചിലർ ചെയ്ത് നോക്കും, വേറെ എവിടെന്നെങ്കിലും ഞരമ്പ് കെട്ടി അവിടെ വെച്ചു. ഇതൊക്കെ ചെയ്താലും പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡയബറ്റീസ് ഉള്ളവർ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കാല് വൃത്തിയായി കഴുകി ഡ്രൈ ആക്കി വെളിച്ചെണ്ണയോ മറ്റോ ഇട്ട് 1-2 ഡ്രോപ്പ് ഒഴിച്ച് അതൊന്ന് മസാജ് ചെയ്ത് കാല് തണുക്കാത്ത രീതിയിൽ, ഫാനൊന്നും അടിക്കാത്ത രീതിയിൽ വേണം കിടക്കാൻ. കാലിൽ എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ വേണം. തണുപ്പടിച്ചു കഴിഞ്ഞാൽ കാലിലുള്ള രക്തമെല്ലാം ശരീരത്തിലേക്ക് പോകും. അപ്പം ഓൾറെഡി വീക്കായിരിക്കുന്ന ബ്ലഡ് വെസൽസ് ആയിരിക്കും, പെട്ടെന്ന് ഡബിൾ സ്പീഡിൽ നിങ്ങളുടെ കാല് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഷൂ ഇടാതെ വെളിയിലൊന്നും പോകാൻ പാടില്ല. വീട്ടിനകത്താണെങ്കിൽ പോലും ഷൂ ഇടണം. കാരണം കാലിന് ചെരുപ്പ് നടക്കുന്ന ഭാഗത്ത് മേശയിലോ കസേരയിലോ എവിടെയെങ്കിലും ഭിത്തിയിലോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തില്ല. അത് ബ്ലീഡ് ചെയ്താലും ഒന്നും അറിയത്തില്ല, ബാക്കിയുള്ളവർ കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ അത് ഇൻഫെക്ഷനാവും. ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും, രക്തോട്ടം അവിടെ ഇല്ലല്ലോ, പിന്നെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ഹീൽ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ശ്രദ്ധ കുറവാണ്, ഇതിനകത്ത് വേറൊന്നുമില്ല. ആളുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. കാരണം ശ്രദ്ധയില്ലാത്ത മനുഷ്യർക്കാണല്ലോ ഡയബറ്റീസ് വരിക. കെട്ട് നടക്കുന്ന ആൾക്കാരിലാണ് ഡയബറ്റീസ് വരുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയും. അപ്പോൾ അവർ നാച്ചുറലി ബോധമില്ലാത്തവരായിരിക്കും. അപ്പോൾ നടക്കുമ്പോൾ കാല് പോകാതിരിക്കാനാണ് ഷൂ ഒക്കെ ഇടുക എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണോ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരിക. നമ്മൾ റിവേഴ്സൽ സെൻ്ററാണ്. നമ്മൾ 1 വർഷം കൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് മാറ്റും. ഒരു 10 കൊല്ലത്തിന് ഇപ്പുറമുള്ള ഡയബറ്റീസ് ആണെങ്കിൽ 15 കൊല്ലവും 20 കൊല്ലവും ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ 1.5 കൊല്ലമൊക്കെ എടുക്കും, ചിലപ്പോൾ 2 കൊല്ലം വരെ എടുക്കാം. കോംപ്ലിക്കേഷനുണ്ട്. പക്ഷെ മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഇത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഡുവോ ജിലേബിയോ കഴിച്ചാലും ബ്ലഡ് ഷുഗർ കൂടത്തില്ല. അതാണ് മാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പേടി കൂടാതെ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ പറ്റും. പക്ഷേ ഡയബറ്റീസ് മാറ്റുന്ന പ്രോസസ്സിൽ കുറേ ഡയറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഈ സാധാരണ കാണുന്ന ഡയറ്റ് അല്ല, ഓരോ വ്യക്തിക്കും ഓരോ ഡയറ്റാണ്. ആ ഡയറ്റ് തന്നെ ഓരോ ആഴ്ചയിലും മാറിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ഓരോ ഫുഡ് ഐറ്റംസിനുള്ള ടോളറൻസ് ലെവൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ടോളറൻസ് ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പം ടോളറൻസ് ലെവൽസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫുഡ് കൂട്ടി തന്നുകൊണ്ടിരിക്കും. മീൻസ് പുതിയ ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു റിവേഴ്സൽ സ്റ്റേജ് 12 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ചിലർക്ക് ചില ഫുഡിനോട് ഇൻടോളറൻസ് പിന്നും കാണും, ചിലപ്പോൾ 1-2 ഫുഡ്സ്. അത് ഒരു വിതിൻ മാറ്റർ ഓഫ് 2 to 6 months അതും അവർക്ക് ടോളറബിൾ ആവും. അപ്പോൾ അതും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് റിവേഴ്സൽ പ്രോഗ്രാമിൻ്റെ പരിപാടിയാണ്. അത് സുഖിമാന്മാർക്കും സുഖിയത്തികൾക്കും പറ്റത്തില്ല. അവർ ഇൻസുലിനോ മരുന്നോ ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ ഹെർബൽ മെഡിസിനോ ഡയറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഡയറ്റുകളും ഒക്കെ നോക്കി ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുപോവുക. അതോടൊപ്പം കാല് കെയർ ചെയ്യുക. അപ്പം
റെഗുലറായിട്ട് നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പുകൾ എല്ലാം ചെയ്യണം. സകല ചെക്കപ്പുകളും പറ്റുമെങ്കിൽ ഡോപ്ലർ സ്കാൻ ചെയ്യുക, പിന്നെ ഈ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ആർട്ടറീസിൻ്റെ അല്ലെങ്കിൽ ചെറിയ ആർട്ടറി സൂപ്പർഫിഷ്യൽ ആർട്ടറീസിൻ്റെ എങ്ങനെയാണ് സർക്കുലേഷൻ ഉണ്ടോ ഇതൊക്കെ ഉറപ്പ് വരുത്തുക. 6 മാസം കൂടുമ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ കാല് സംരക്ഷിക്കുക. പിന്നെ വേറൊന്നുള്ളത്, ഈ കാലിൽ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാലിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. അല്ല, അതേ അളവിൽ നിങ്ങളുടെ വൃക്കയും നിങ്ങളുടെ ഹാർട്ടിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആംപ്യൂട്ടേഷൻ കഴിഞ്ഞ ഒരാൾ 2 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് പറയുന്നത്. 2 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്നില്ല നാച്ചുറലി. ഇതാ ഒരു ആവറേജ് കണക്ക്. മാക്സിമം വലിച്ചു കിട്ടിയാൽ 4-5 കൊല്ലം കൂടെ പോകും. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഡെത്ത് കാല് മുറിച്ചുകൊണ്ടല്ല, കാർഡിയാക് പ്രോബ്ലംസോ അല്ലെങ്കിൽ വൃക്കയുടെ പ്രോബ്ലംസോ കൊണ്ട് അവർ മരിക്കും 2 കൊല്ലത്തിനകം. കാരണം അതും പോയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവരാരും ഒന്നും ചെക്ക് ചെയ്യില്ല. ഇവരൊക്കെ വളരെ കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് വല്ലപ്പോഴും 3 മാസത്തിൽ കൂടുതൽ 3 മാസം കൂടുമ്പോൾ ഒരു ഡോക്ടറെ പോയി കാണും, മരുന്ന് കുറിച്ചെടുക്കും, പിന്നെ തിരിച്ചു വരും, ആറാട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നതുകൊണ്ട് ബോധമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടുമാണ് ഡയബറ്റീസ് വരുന്നതും കഷ്ടപ്പെടുന്നതും. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ 4 പേരെടുത്താൽ 3 പേർക്ക് ഡയബറ്റീസ് ഉള്ള ഒരവസ്ഥയാണ്. അതിനകത്ത് എല്ലാ വിഭാഗവും പെടും. സാധാരണ ഡെയിലി വേജ് വർക്കേഴ്സ് മുതൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും സിവിൽ സർവീസ് ആൾക്കാരും എല്ലാവരും ഇതിനകത്ത് വരും. ഇവരെല്ലാം ബുദ്ധി കുറവുള്ളവരോ അത് ഒന്നുമല്ല. പക്ഷേ ഒരു തരം ജീവിതത്തോട് അല്ലെങ്കിൽ അവനവൻ്റെ ശരീരത്തോട് ഒരു തരം അവഗണന, അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ മലയാളിക്ക് ഇത്രയും അവഗണന വരുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികൾ ഉള്ളത്. അത് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാലുകൾ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.